ചില സിനിമകൾ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു സിനിമയ്ക്ക് ഡിസർവ് ചെയ്യുന്ന ഒരു സക്സസ് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സക്സസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു സക്സസ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു പടത്തിന് കിട്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷനും ഈ ഒരു അംഗീകാരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഡിസർവിങ് ആയിരുന്നു എന്നുള്ളൊരു ഫീലായിരുന്നു ശരി ഇന്നലെ കാന്താര ചാപ്റ്റർ 1 കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ആ ഒരു സിനിമയുടെ ഹോൾ ക്രൂ ഇട്ടിട്ടുള്ള ഹാർഡ് വർക്ക്, അവരുടെ ഒരു പ്ലാനിങ്, ഈ ഒരു വേൾഡ് ബിൽഡിങ്, അതിനുവേണ്ടി അവർ ഇട്ടിട്ടുള്ള ഓരോ എഫേർട്ടുകൾ, അങ്ങനെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാര്യങ്ങൾ ഇതിലുണ്ട്. എൻ്റെ ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആങ്കർ എന്ന് തന്നെ പറയാം. ആ ആങ്കർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്ന ഋഷഭ് ഷെട്ടി, അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, അദ്ദേഹം ജനിച്ചു വളർന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തെ കഥകളും ആ ഒരു കാഴ്ചപ്പാടുകളും ആ ഒരു കലാരൂപങ്ങളെയൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഓഡിയൻസിന് മുമ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഹോൾ വേൾഡിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു വിഷന് വേണം ആദ്യത്തെ ഒരു കയ്യടി കൊടുക്കാൻ. 2022 ഇതിന്റെ ആദ്യമായിട്ട് ടീച്ചർ കാണുമ്പോൾ എന്തോ നമുക്ക് ഇതിൽ യൂണീക്കായിട്ട് ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിൽ നിന്ന് തുടങ്ങി പിന്നീട് അത് വലിയ രീതിയിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പോലും നമ്മൾ ഇതിന്റെ ഒരു റീലോ പാട്ടുകളോ കേൾക്കാത്ത ദിവസം ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം അത്രത്തോളം ആ ഒരു വേൾഡിനെ സെറ്റ് ചെയ്ത് ഒരു സൈഡിൽ വെച്ചിരുന്നു. ആൻഡ് ഇതിന്റെ രണ്ടാം ഭാഗത്തിനാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രീക്വൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് കാന്താര ചാപ്റ്റർ 1. ഇതിൽ പല ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം, കാന്താര കാണാത്തത് കൊണ്ട് ഇത് കണ്ടാൽ വല്ലതും മനസ്സിലാവുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, കാന്താര ചാപ്റ്റർ 1 ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2022 ഇറങ്ങിയ കാന്താരയ്ക്ക് മുമ്പ് നടക്കുന്ന കഥയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ കാന്താര 2022 കണ്ടിട്ടില്ലെങ്കിലും ഇതിന്റെ സ്റ്റോറി ഒരു പുതിയൊരു അനുഭവം തന്നെയായിരിക്കും. യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണുകയാണെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു സ്റ്റോറി ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാർട്ട് എഴുതിയത് ഋഷഭ് ഷെട്ടി മാത്രമായിരുന്നു. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അനിരുദ്ധ് മഹേഷ്, ഷനീൽ ഗൗതം ആൻഡ് അതുപോലെ തന്നെ ഋഷഭ് ഷെട്ടി, ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ, അതായത് ഈ ഒരു പ്രീക്വലിന്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് റീറൈറ്റിംഗ് സെഷൻസ് ഒക്കെ അതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മൂവിയിലേക്ക് അവർ എത്തിച്ചേർന്നത്. ആൻഡ് ഇതിൽ രസം എന്ന് വെച്ചാൽ ഷനീൽ ഗൗതം മറ്റാരുമല്ല, നമ്മുടെ സൂഫ്രം സോല രവിയണ്ണനാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു കോ റൈറ്റേഴ്സിൽ ഒരാൾ. ആൻഡ് ഋഷഭ് ഷെട്ടി ആ ഒരു ഗ്യാങ്ങിന് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഹോൾ ഗ്യാങ് എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിച്ചിട്ടുള്ളത് അതിനുവേണ്ടി മാക്സിമം ഔട്ട്പുട്ട് അവർക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു സിനിമയുടെ മെയിൻ ലീഡിങ് ക്യാരക്ടർ ആയിട്ടുള്ള ആ ഒരു ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറിന് തന്നെ ആ ഒരു ഫിസിക് അത്രത്തോളം അത്യാവശ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ അന്ന് കണ്ട മൂവിയിൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വില്ലേജ് ഗായി ആണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കാട്ടിലത്തെ ഒരു വാരിയർ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്, ഒരു ട്രൈബൽ ലീഡർ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിന് വേണ്ട ആ ഒരു ഫിസിക്കും മാനറിസംസും സംസാരത്തിലും ഡയലോഗ്സിലും ഉണ്ടാവുന്ന ആ ഒരു മാനറിസംസ് എല്ലാം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതൊന്നായിരുന്നു. സോ അതിനുവേണ്ടി മാക്സിമം അദ്ദേഹം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഓരോ സീനിലും കാണാൻ പറ്റും. ആ ഒരു ഫ്ലെക്സിബിലിറ്റി അത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആൻഡ് പലതരത്തിലുള്ള പ്രീസ്റ്റുകളെയും പണ്ഡിറ്റ്സിനെയും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇതിലുള്ള ഓരോരോ റിച്വൽസിനെ കുറിച്ചൊക്കെ അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ ഓരോ സീക്വൻസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലെടുത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് VFX. റെഡ് ചില്ലീസ് ആണ് ഇതിന്റെ VFX ചെയ്തിട്ടുള്ളത്. അതും ഓരോ സീൻ ബൈ സീൻ, പ്രത്യേകിച്ച് ആ ഒരു ടൈഗറിന്റെ സീക്വൻസിനൊക്കെ ആ ഒരു ടൈഗറിനൊക്കെ നല്ലപോലെ തന്നെ ആ ഒരു യൂസ് ചെയ്യേണ്ട VFXനൊക്കെ ഒരു വൃത്തി നമുക്ക് പലയിടത്തും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൽ ആ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മൊമെന്റം ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ആ ഒരു മെയിൻ സ്റ്റോറിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു എന്താ പറയുക പോയിന്റ് ഉണ്ട്, അങ്ങനെ അങ്ങനെ ഓരോരോ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, അതിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ലീഡ് ചെയ്യുക എന്നിങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ക്യാരക്ടേഴ്സിനും അതുപോലുള്ള ക്യാരക്ടർ ബിൽഡിംഗ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് ഗുൽഷൻ ദേവയ്യ, ജയറാമിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് ആയിട്ട് കിട്ടിയ പൊന്നിയിൻ സെൽവന് ശേഷം കിട്ടിയ നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു സിനിമയിലത്തെ. അത് നല്ലപോലെ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് രുക്മിണി വസന്തിന്റെ ക്യാരക്ടർ, ഒരു ഫീമെയിൽ ലീഡിന് എങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ കൊടുക്കണം എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ, അതുപോലെ എഡിറ്റിങ്, അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക്, അത് ഇന്നലെ തന്നെ എടുത്ത് ഞാൻ പറഞ്ഞു, അജനീഷ് ലോകനാഥ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ആ ഒരു മൊത്തം ഒരു സോള് ഫുള്ളാവുക ആ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാലും കൂടിയാണ്. കാരണം ആ ഒരു കൊടുക്കേണ്ട ചില സ്ഥലത്ത് ചില സാധനങ്ങളൊന്നും പ്ലേസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രീ ഇന്റർവൽ സീക്വൻസിൽ ചില സ്ഥലത്തൊരു നമ്മൾ അനൗൺസ്മെന്റ് ടീസറിൽ കണ്ടിട്ടുള്ള ഒരു BGM കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന ഒരു ഫുൾ ഹൗസ്ഫുൾ ക്രൗഡിനെ കൂടെ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്, അത് പറയാൻ തന്നെ പറ്റില്ല. അത്രയും ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഈ സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലായാലും സെക്കൻഡ് പാർട്ടിലായാലും നമ്മൾ ആ ടീച്ചറും ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു കാടിനെ ചുറ്റിപ്പറ്റി അവിടുത്തെ ആളുകൾ, അവിടെ കാട്ടിൽ ജീവിച്ചു വരുന്ന ആളുകളുടെ ആ ഒരു ട്രൈബിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അവരുടെ ആ ഒരു ദൈവത്തെ ബേസ് ചെയ്തതും അല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന അവിടുത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള എനിമീസിനെ കുറിച്ചിട്ടാണ് ഫോക്കസ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷെ ഇതിലൊരു പല റെഫറൻസ് ആയിട്ട് തോന്നിയിരുന്നു. ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ ആയാലും ശരി
കാന്താര ഫസ്റ്റ് പാർട്ടിലും അതുപോലെ തന്നെ ചാപ്റ്റർ 1 ആയാലും ശരി ഒരു കൂട്ടം ആളുകളെ ചുറ്റിപ്പറ്റിയാണ് ഇതിന്റെ കഥ നടക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഒരുമിച്ചാണ് ഗണങ്ങളായിട്ടാണ് നടക്കുക. ശരിക്കും ഇവിടെയും അതുപോലെ ആ ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാരും അവർക്ക് കിട്ടുന്ന ഓരോരോ അരുളപ്പാടുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ റെഫറൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ആ ഒരു തുളുനാടിൻ്റെ കൾച്ചറിനെയൊക്കെ ഒരു അന്നത്തെ രാജാക്കന്മാരെടുക്കുന്ന ഡിസിഷൻസ്, ഇവരുടെ ഒരു കുലദൈവത്തിനെ ബേസ് ചെയ്ത് വരുന്ന ഒരുപാട് സംഭവങ്ങൾ, അതിനെയൊക്കെ വളരെ കൈയടക്കത്തോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 125 കോടി രൂപയോളമാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ ആ ബഡ്ജറ്റ് ഓരോ സ്ഥലങ്ങളിലും എങ്ങനെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഈ സിനിമയുടെ ഓരോ ഭാഗങ്ങളിലും കാണാൻ സാധിക്കും. പിന്നെ പറയേണ്ടത് ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിട്ടുള്ള ഋഷഭ് ഷെട്ടിയുടെ വൈഫ് തന്നെയാണ്. ഓരോ ക്യാരക്ടറിനും കൊടുത്തുള്ള ആ ഒരു ഷെയ്ഡുകളും ഡ്രസ്സിന്റെ ഷെയ്ഡുകളായാലും ആ ഒരു കോസ്റ്റ്യൂംസിന്റെ ഒരു രീതികളായാലും ശരി, എവിടെയും ഒരു ഏച്ചുകെട്ടിൽ തോന്നാതെ നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഫാക്ടറാണ്, അതായത് ഇങ്ങനെയുള്ള സിനിമകൾക്ക്. കാരണം ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് വരുന്ന പല സിനിമകളും പാളി പോകാറുണ്ട്, വലിയ ഹൈപ്പുകളും വലിയ പ്രൊമോഷൻ ഇവന്റ്സും കൊടുത്തിട്ട്. പക്ഷെ ഇവിടെ ഇതിന്റെ ഹോൾ ടീം നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെയ്തതായിട്ട് തോന്നി. മിനിമം ആയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചില പ്രൊമോഷണൽ ഇവന്റ്സും വലിയ രീതിയിലുള്ള ഹൈപ്പ് കൊടുക്കാതെയും, ഓക്കെ ആ ഒരു ട്രെയിലർ ആയാലും ശരി, ഓക്കെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ തന്നിട്ട് അവസാനം ഒരു കത്തിക്കലും ഇട്ടിട്ടു. ഒരു ഹൈപ്പിനോട് നീതി പുലർത്തുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പല സിനിമകളും വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ റയർ ആയിട്ടേ കിട്ടൂ. അതിനുള്ള ലാസ്റ്റ് ഇയറിലെ എക്സാമ്പിൾ ആയിരുന്നു കൽക്കി 2898 AD. ബട്ട് ഈ ഒരു വർഷം ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ നമ്മുടെ പ്രതീക്ഷയേക്കാൾ അപ്പുറം തന്നെ വലിയൊരു ട്രീറ്റ് ഡെലിവറി ചെയ്യാന്ന് പറയുന്നത്, അതാണ് ശരിക്കും പറഞ്ഞ ഇതിൽ കാണാൻ സാധിച്ചത്. ആ ഒരു കാര്യത്തിന് ഇതിന്റെ ഹോൾ ടീമിനോട് വേണം ആദ്യത്തെ നന്ദി പറയാൻ. ഇനിയായാലും ശരി, നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിന് നല്ല രീതിയിലുള്ള ഒരു സക്സസ് തന്നെ ലഭിക്കട്ടെ. ഇതുപോലുള്ള ഒരു അപ്രിസിയേഷനും ഇതുപോലുള്ള ഒരു റിസീവിങ്ങും, ഓഡിയൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു റിസീവിങ്ങും എല്ലാം നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള തോട്ട്സ് കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതാണെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ കാണാം.